റീനു സെയിന്റ് സ്റ്റീഫൻസിൽ എക്കണോമിക്സ് ആണ് പഠിച്ചത്. ഉം. പിന്നെ എന്തുകൊണ്ട് UPSCക്ക് സോഷ്യോളജി ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് തിരഞ്ഞെടുത്തു? ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രത്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ എക്കണോമിക്സ് ഓപ്ഷണൽ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സിലബസ് എടുത്ത് നോക്കിയപ്പോൾ ഏറ്റവും ചെറിയ സിലബസ് സോഷ്യോളജിയുടെയാ. പിന്നെ ഞാൻ സോഷ്യോളജിയുടെ ഒരു മൊഡ്യൂളിന്റെ പേരാണ് സോഷ്യോളജി വേഴ്സസ് കോമൺ സെൻസ്. Okay. കോമൺ സെൻസും സോഷ്യോളജിയും തമ്മിലൊരു വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര സിമ്പിൾ ആയിരിക്കും ഓപ്ഷണൽ. കോമൺ സെൻസ് തന്നെയാണ് സോഷ്യോളജി, വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. സോ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ലൈക്ക് എനിക്ക് ജനറലി അതൊരു സിമ്പിൾ ഓപ്ഷണൽ ആയിട്ടാണ് ഫീൽ ചെയ്തത്. പഠിക്കാൻ എളുപ്പമാണ് ആൻഡ് പെട്ടെന്ന് സിലബസും തീരും. പിന്നെ സ്കോറിങ്ങിലോട്ട് വരുമ്പോൾ സ്കോറിംഗ് ആയിരുന്നില്ല ഈ കൊല്ലം? ഈ കൊല്ലം എനിക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ജനറൽ എടുക്കുവാണെങ്കിൽ സോഷ്യോളജി അത്ര കുറച്ച് പേർക്ക് പണി കിട്ടിയ ഓപ്ഷനിലാണെന്ന് കേൾക്കുന്നുണ്ട്. Okay. ഇപ്പൊ സോഷ്യോളജിയുടെ ഇപ്പൊ എൻ്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പൊ കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ് ഗിഗ് എക്കണോമിയുടെ ഇമ്പാക്ട് ഓൺ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഗിഗ് എക്കണോമിനെ കുറിച്ച് പറഞ്ഞ പണ്ടത്തെ തിങ്കേഴ്സ് ഒന്നുമില്ല. ഗിഗ് എക്കണോമി ദ കോൺസെപ്റ്റ് ഇൻ ഇറ്റ്സെൽഫ് ഇസ് ന്യൂ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് തിങ്കറിനെ അവിടെ കോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എടുക്കുന്നതിനാണ് സോഷ്യോളജിയുടെ പേപ്പർ 1ന്റെ സിലബസ് തന്നെയാണ് നമ്മളിവിടെ ഫ്രെയിം വർക്ക് ആയിട്ട് വരുന്നത്. സോ ഗിഗ് എക്കണോമിയുടെ ഇമ്പാക്ട് on a Marxian perspective, on a functionist perspective, on a Weberian perspective, on the basis of inequality, on the basis of work and economic life, on the basis of religion, on the basis of family, gender and technology. ഇതായിരുന്നു എൻ്റെ 9 ഡയമെൻഷൻസ് ഓഫ് സോഷ്യോളജി. ഇതിൽ എല്ലാ ഡയമെൻഷനും നമുക്ക് പ്ലേസ് ചെയ്യണമെന്നില്ല. ഇപ്പൊ ഗിഗ് എക്കണോമിയുടെ മാർക്സിയൻ പെർസ്പെക്റ്റീവ് വളരെ റെലവെന്റ് ആണ്. കാരണം ഗിഗ് എക്കണോമിയിലുള്ളവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് കിട്ടുന്നില്ല, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് പുവർ ആണ്. അപ്പോൾ അത് മാർക്സിയൻ ഐഡിയോളജിയിൽ ക്ലാസ് ഡിവിഷൻസ് വൈഡൻ ചെയ്യുന്നു. റിച്ചസ് ഗെറ്റിംഗ് റിച്ചർ, MNCs പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു അറ്റ് ദ കോസ്റ്റ് ഓഫ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദിസ് ഗിഗ് വർക്കേഴ്സ്. അപ്പോൾ മാർക്സിയൻ കോൺസെപ്റ്റിന് നമുക്ക് 2-3 സബ് പോയിന്റ്സും എക്സാമ്പിൾസും കോട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഡേറ്റയും കളക്ട് ചെയ്ത് വെച്ചിരുന്നു. മാർക്സിയൻ വന്നു കഴിഞ്ഞാൽ പ്ലേസ് ചെയ്യാനുള്ള ഡേറ്റ എന്തെങ്കിലും ഉണ്ടായിരുന്നു. റിച്ച് 1%, മാസസ് 10%, അങ്ങനെ ഒരു ഡേറ്റ ഉണ്ടല്ലോ. അതൊക്കെ ഓക്സ്ഫാമിന്റെ ഡേറ്റ, അതൊക്കെ അപ്പൊ തന്നെ പ്ലേസ് ചെയ്ത് വെക്കും. ഗിഗ് എക്കണോമി അല്ലെങ്കിൽ പോലും ഞാനത് പ്ലേസ് ചെയ്ത് വെക്കും. പിന്നെ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവിലോട്ട് വരുമ്പോൾ നമുക്ക് ഗിഗ് എക്കണോമിനെ ഡിവിഷൻ ഓഫ് ലേബറുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും, ഓർഗാനിക് സോളിഡാരിറ്റി ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ലിങ്ക് ചെയ്തൊരു സ്റ്റേറ്റ്മെന്റ് വരും. പിന്നെ അതിന്റെ ജെൻഡർ ഡയമെൻഷൻ വരുമ്പോഴത്തേക്കും ഗിഗ് വർക്കേഴ്സ് ആയിട്ടുള്ള വിമൻ, ഇപ്പൊ വിമൻ ഡെലിവറി ഗേൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അപ്പൊ അവര് നൈറ്റിൽ അവർക്ക് സേഫ്റ്റി ഉണ്ടാവത്തില്ല. അപ്പൊ ആ ഒരു ഡയമെൻഷൻ എഴുതാം. പിന്നെ ടെക്നോളജിക്കൽ ഡയമെൻഷൻ ഓഫ് ഗിഗ് എക്കണോമി എഴുതാം. പിന്നെ ഒരു വെബേറിയൻ പെർസ്പെക്റ്റീവ് വരുവാണെങ്കിൽ ഗിഗ് എക്കണോമിയിൽ ക്ലാസ്സുകൾ കുറച്ചും കൂടി ഡൈവേഴ്സ് ആവാൻ തുടങ്ങി. മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗിഗ് എക്കണോമിയിൽ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടി, ഇൻകം ജനറേറ്റ് ചെയ്തു. അപ്പോൾ മിഡിൽ ക്ലാസിന്റെ ഗ്രോത്ത്, അങ്ങനെയൊക്കെ നമുക്ക് അപ്പോൾ സിലബസിനെ തന്നെയാണ് ഞാൻ ഫ്രെയിം വർക്ക് ആയിട്ട് ഉപയോഗിച്ച് ഡയമെൻഷൻസ് ആയിട്ട് തിങ്ക് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് ആ 9-10 ഡയമെൻഷൻസ് ആയിരുന്നു സോഷ്യോളജിക്ക് ഉണ്ടായിരുന്നത്.